Yo, പ്രേതമൊക്കെ guys. I am huge fan of this kind of intros guys. നമസ്കാരം, ബിഗ് പ്രാങ്ക്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്. ഇതേതാ സ്ക്വാഡ് ഗൈസ്. പെൻഷൻ വാങ്ങേണ്ട ആൾക്കാരൊക്കെ പ്രാങ്ക് ചെയ്യാൻ നടക്കപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല. എനിക്ക് അപ്പൂരും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ ലുക്ക് നോക്ക്, സമ്മർ വെക്കേഷൻ ഐസ് വെക്കാൻ വരുന്ന ആളിനെ പോലെ. ഇന്ന് ഞങ്ങളുള്ളത് അടൂരാണ്. അടൂർ ഹരി എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഹരിയുടെ ഒരു ഫ്രണ്ടിന്, ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരു ഫ്രണ്ടിന് അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ്, പരിചയക്കാരൻ എന്ന് പറഞ്ഞിട്ട്. എന്താണ് സംഭവിക്കുക കാണാം. ആന്റോനെ അറിയാം? എൻ്റെ വീട്ടിൽ പണിക്ക് വന്നു. പണിക്കണം, ഞങ്ങൾക്ക് പരിചയമുണ്ട്. നീ കേക്ക് കുടിക്കും. ഒരെണ്ണം കിട്ടി, ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കാണ് ഗേൾസ് സീക്ക് ഫ്രം ദിസ് ചേച്ചി. ഗൈസ്, കഥ ഇവിടെ തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ വില്ലന്റെ എൻട്രി. 3 ബീപ് ഡീമൺ. എനിക്കൊരു പരിചയമുണ്ട്, ഞാൻ വന്ന് പരിചയം അറിയും. ഞാൻ അമ്മയുടെ കാര്യം പറയട്ടെ. പ്രായമുണ്ട്, ഒരു കാര്യം പറയാൻ ചീത്ത വിളിക്കായിരിക്കും. കഥ ഇപ്പോഴും തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ആദ്യത്തെ വില്ലന്റെ റീ എൻട്രി. കുടുംബശ്രീ ക്ലാനിലെ ബ്ലഡ് ഡീമൺ. മറ്റേ ഡീമൺ ആണെങ്കിൽ ബീപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ്. പക്ഷേ ഈ ഡീമൺ അങ്ങനെയല്ല, 2 ബീപ്പ് അടിച്ചു നോക്കും. എന്നിട്ട് നമ്മുടെ എതിരാളി കീഴടങ്ങിയില്ലെങ്കിൽ ബ്ലഡ് ഡീമൺ ആർ 9th ഫോം ലവ് സ്ലാഷ്. രണ്ട് ബീപ്പ് കഴിഞ്ഞ് ഇപ്പൊ അടിക്കും ഗൈസ്, ഇപ്പൊ അടിക്കും. ഞാൻ പറഞ്ഞില്ലേ, കെട്ടി പിടിച്ച് നിൽക്കണതൊക്കെ. ഒരു അരമണിക്കൂർ മുമ്പ് ഈ ചേച്ചിനെ ഓട്ടിച്ചിട്ട് അടിച്ചാണ്. റീച്ചിന് വേണ്ടി ഫാമിലിയുടെ ഇടയിൽ സ്ക്രിപ്റ്റഡ് പ്രാങ്ക്സ് കൊണ്ടുവരുന്ന ലോകത്ത് ഇതുപോലുള്ള റോ പ്രാങ്ക്സ് കൊണ്ടുവരുന്ന ഇവരെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം ഗൈസ്. പ്രത്യേകിച്ച് ഈ ചേച്ചിനെ ആ ഗിഫ്റ്റൊക്കെ ആ ചേച്ചിക്ക് കൊടുക്ക്. പാവം എത്ര അടിയും തൊലിയും കൊണ്ടിട്ടുള്ള ഈ ജീവൻ പണയം വെച്ച് പ്രാങ്ക് ചെയ്യുന്ന ഒരു പ്രാങ്ക് കോളേജിനെ ഞാൻ ആദ്യമായിട്ട് കാണണം. ഇങ്ങനെയൊക്കെ പ്രാങ്ക് ചെയ്താൽ പ്രാണൻ പോകുമടി. സന്തോഷത്തോടെ ഈ പ്രാണൻ ഞാൻ കൊടുക്കും. അണ്ണൻ ലിപ്ലോക്കൊക്കെ അടിച്ചല്ല. ലിപ്ലോക്ക് ഞാൻ വേറെ പെണ്ണുങ്ങോട്ടൊക്കെ അടിച്ചല്ലോ, അതൊന്നും പുറത്തു വരുമൊന്നുമില്ല. ഇപ്പൊ പുറത്തു വന്നില്ലേ. കൊള്ളാടാ, നിനക്ക് ബുദ്ധിയുണ്ട്. പിന്നീട് ഈ സംഭവങ്ങൾ പെണ്ണുങ്ങളായിട്ട് ചെയ്തൊന്നും പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നിട്ടില്ല. അപ്പൊ ആണുങ്ങളായിട്ടും ചെയ്യും ബ്രദർ. സന്തോഷർക്ക് ഞാൻ ഗേ ആണെന്നൊക്കെ പറഞ്ഞ ലോകത്ത് എടുത്തരാം. ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് എനിക്ക് അത് കണ്ടിട്ട്. ഗൈസ്, മൈൻഡ് ദാറ്റ് വേർഡ്. ഒരുപാട് ഗേൾ ഫ്രണ്ട്സ്. ഷന്നേശ്വർക്ക് പ്ലേ ബോയ് തന്നെ. ഒരുപാട് പെണ്ണുങ്ങളുടെ സ്വപ്ന ജീവിതമാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാവുന്നുണ്ട്, ഹോർമോൺ ബാലൻസ് ഡാമേജ് ആണെന്ന്. അയ്യോ, ഇതെന്താ സംഭവം? എനിക്ക് മൂവൊക്കെ ക്യാച്ച് ചെയ്യാൻ ഷാരിങ്ങൺ വേണ്ടി. ബ്രോയുടെ ജീവിതം 120 FPS ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതിന്റെ പേരാണ് ഗൈസ് യുറാനസ് വാക്ക്. ഇത് മാസ്റ്റർ ചെയ്യാൻ ഈ ലോകത്ത് 2 ആൾക്ക് പറ്റിയിട്ടുള്ളൂ. ഒന്നീ സൂപ്പർ ഹ്യൂമൻ, പിന്നെ വേറെ ആരില്ല. ഈ സ്റ്റെപ്പ് മാസ്റ്റർ ചെയ്യണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ആന്റി ഗ്രാവിറ്റി ഡാർക്ക് മാറ്റർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റിംഗ് ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റണം. ബോത്ത് ഈസ് ഇമ്പോസിബിൾ ഗൈസ്. ബാലയുടെ അടുത്ത അവരാധം ലോഡിങ് ആവുന്നുണ്ട്. അതിന്റെ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ പാട്ടിന്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇഗ്നിറ്റോ മോഡിൽ കൊണ്ടുപോയിടണം. വാട്ട് എ കൊറിയോഗ്രഫി. ബാല ഈസ് ലൈക്ക് പുഷ്പാട്ട് പറഞ്ഞിട്ട് എനിക്കിതുപോലെ ഒരെണ്ണം വേണം. പക്ഷെ എനിക്കിത് രണ്ടിലൊക്കെ ഇഷ്ടപ്പെട്ടത് അനിമൽത്തെയാണ്. ബാലയെ ഭോജ്പൂരി ഇൻഡസ്ട്രീനെ കടത്താനുള്ള ഹാർഡ് വർക്കിലാണ് യൂനോ. ഇത് കണ്ടിട്ട് നമ്മുടെ ഹാർഡാവൻ. ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ ഒരാൾ ഇവിടെ ഹണി ട്രാപ്പിൽ പെട്ട് ജയിലിലും പോയി ഗൈസ്. ഡബിൾ മീനിങ് ജോക്ക് അടിച്ചു എന്ന് പറഞ്ഞ് ജയിലിൽ പോകേണ്ട ആദ്യത്തെ വ്യക്തി. എനിക്കും ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് ഗൈസ്. വരുന്നതിന് മുമ്പ് ആളുകൾ എന്തൊക്കെയാ പറയണ്ടായിരുന്നു. വരും, ഈ ലോകം ടേക്ക് ഓവർ ചെയ്യും, മനുഷ്യന്മാരുടെ ജോലിയെല്ലാം റീപ്ലേസ് ചെയ്യും, മനുഷ്യന്മാരെ എല്ലാവരും കൊന്ന് ലോകം ഭരിക്കും, ഈസ് വെരി ഡേഞ്ചറസ്. പക്ഷെ വന്നതിന്റെ നമ്മൾ കാണുന്നത് അണ്ണന്റെയും പെരയുടെയും ഒരു ലിപ് ലോക്ക് ഇപ്പൊ വൈറലായിട്ട്. സ്പീഡിനും റൊണാൾഡോനും കൂടി കുട്ടി ഉണ്ടായിട്ട് ലിപ് ലോക്ക് അടിക്കുന്നു. പിണറായി വിജയൻ സ്നിക്കേഴ്സ് ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നു. പാരലൈസ് ആയ സ്റ്റീഫൻ ഹോക്കിങ് ബോഡി ബിൽഡർ ആയിട്ട് ഫ്ലെക്സ് ചെയ്യുന്നു. അപ്പൊ ബ്ലാക്ക് ഹോൾ കണ്ടുപിടിച്ചത് അർണോൾഡാണോ? അച്ചില്ല, 2 മേറ. ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടി വന്നവനാണ്. ഇപ്പൊ വെറും മീം മെറ്റീരിയലാണ് പാവം. അപ്പൊ നമ്മുടെ ചാനലിലെ ഫൈനൽ സെഗ്മെന്റ് ഗൈസ്, മീം ഓഫ് ദി ഡേ. ഇത് മീമല്ല, ബട്ട് എൻഡ് ഓഫ് ദി ഡേ. ഓക്കെ,
വിളക്ക് കത്തിക്കുന്നയാ കിട്ടി ആ നല്ല തന്നെ